ശബരിമലയിലെ അരവണ പ്രതിസന്ധിക്ക് മകരവിളക്ക് കാലത്തും അയവില്ല. കരുതൽ ശേഖരത്തിൽ അവശേഷിക്കുന്നത് 13,40,000 ടിൻ അരവണ മാത്രമാണ്. പ്രതീക്ഷിച്ച അത്രയും കരുതൽ ശേഖരം ഉണ്ടാക്കാൻ കഴിയാത്തതിനാൽ അരവണ വിതരണത്തിൽ ദേവസ്വം ബോർഡ് നിയന്ത്രണം ഏർപ്പെടുത്തി. കനത്ത തിരക്കിലാണ് സന്നിധാനവും പരിസര പ്രദേശങ്ങളും ഒക്കെ ഉള്ളത്. ദിനംപ്രതി 1,00,000 ഭക്തർ വീതമാണ് ശബരിമലയിൽ ദർശനം നടത്തുന്നത്. അതേസമയത്ത് അരവണ വിൽപ്പനയിൽ നിന്നായിരുന്നു മണ്ഡലകാലത്ത് ഏറ്റവും കൂടുതൽ വരുമാനം ദേവസ്വം ബോർഡിന് ഉണ്ടായത്. ഒരു ദിവസം 3-4 ലക്ഷം രൂപയുടെ വിൽപ്പനയാണ് അരവണയിൽ നിന്ന് ഉണ്ടാകുന്നതെന്നുള്ളതാണ്. അതേസമയത്ത് അരവണയുടെ പ്രതിസന്ധി തുടരുകയും ചെയ്യുകയാണെന്നുള്ളതാണ്. എന്തായാലും കരുതൽ ശേഖരം 13.40 ലക്ഷം ടിന്നിലേക്ക് മാറുകയും ചെയ്തു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് 10 എണ്ണം എന്നുള്ള കണക്കിലേക്ക് അരവണ വിതരണം മാറിയത്. മുൻപ് 20 എണ്ണം എന്നുള്ളതായിരുന്നു. പൊതുവെ ഞങ്ങൾക്ക് അരവണ കിട്ടാൻ പാടാണ്, കിട്ടുന്നില്ല. ഞങ്ങളിപ്പോൾ 10-70 പേരുണ്ട്, ഞങ്ങൾക്ക് 40 എണ്ണം കിട്ടിയിട്ടുള്ളൂ. ബാക്കി പിന്നെ അവിടെ നിന്ന് നോക്കിയാലും 2 പോയിട്ടാണ് അങ്ങനെ വാങ്ങുന്നത്. മൊത്തത്തിൽ കിട്ടുന്നില്ല. ഒരാൾക്ക് മാക്സിമം 10 ചോദിക്കുന്നുണ്ട്, പക്ഷേ തരുന്നത് 2 എണ്ണം തരുന്നുള്ളൂ. 2-3 മാക്സിമം മാത്രമേ കിട്ടുന്നുള്ളൂ. 45 ലക്ഷം ടിൻ അരവണ കരുതൽ ശേഖരം ഉണ്ടായിരുന്നത് പിന്നീട് 23 ലക്ഷമായി മാറി. അത് ഇപ്പോൾ മകരവിളക്ക് കാലത്തേക്ക് വരുമ്പോൾ 13 ലക്ഷമായി ചുരുങ്ങുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കനത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത്. ഒരാൾക്ക് 20 അരവണ വീതം ആണ് നൽകുന്നത്. ബോക്സ് അവൈലബിൾ അല്ല എന്നുള്ള തരത്തിൽ ചില ബോർഡുകൾ കൂടി പ്രത്യക്ഷപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇത്തരത്തിൽ പ്രതിസന്ധി തുടരുകയാണെങ്കിൽ വീണ്ടും ഈ അരവണയുടെ ആളുകൾക്ക് കൊടുക്കുന്നതിൻ്റെ സംഖ്യ കുറയും എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും കനത്ത പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. ദേവസ്വം ബോർഡിനെ കൈവിട്ട് കാര്യങ്ങൾ പോവുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് റീജു ഇന്ദ്രയ്ക്കൊപ്പം ഗോകുൽനാഥ്, ഇൻ റിപ്പോർട്ടർ, സന്നിധാനം.